ഒന്നാമത്തെ കാര്യം പണം കൈകാര്യം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. വരുമാനമൊന്നുമില്ലെങ്കിൽ പോലും കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്നും മറ്റും നമ്മൾ പൈസ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ വലിയ വരുമാനമൊന്നും വേണമെന്നില്ല. ഇതുപോലെയുള്ള ചെറിയ ശീലങ്ങൾ മതി എന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യമാണ് സുഹൃത്ത് ബന്ധങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. സ്കൂളുകളിലും കോളേജിലുമൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നായിരിക്കാം. എന്നാൽ 20കളിലേക്ക് എത്തുമ്പോൾ ഈ സുഹൃത്ത് ബന്ധങ്ങൾ വിരലിൽ എണ്ണാവുന്നത് പോലെ ആകും. സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള 2-3 സുഹൃത്തുക്കൾ മാത്രം മതി എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി. മൂന്നാമത്തെ കാര്യമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ശരിയാകണമെന്നില്ല. നമ്മൾക്ക് ഭാവിയെപ്പറ്റി ഒരുപാട് ആകുലതകൾ ഉണ്ടാകും, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. എന്നാൽ അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തന്നെ ശരിയാകണമെന്നില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നന്നായി ചിന്തിച്ച് അതിനു വേണ്ട പരിശ്രമങ്ങൾ എടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. നാലാമത്തെ കാര്യമാണ് പഠനം ഒരു തുടർ പ്രക്രിയയാക്കുക എന്നുള്ളത്. സ്കൂളിലോ കോളേജിലോ പഠനം നിർത്തിയതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണമെന്നും എങ്ങനെ ഒരു തൊഴിൽ നേടാമെന്നും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് തൊഴിലിനെപ്പറ്റി മാത്രമാകണമെന്നില്ല, ജീവിതത്തെക്കുറിച്ചും ആകാം. അഞ്ചാമത്തെ കാര്യമാണ് സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകുക എന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മുൻതൂക്കം കൊടുക്കണമെന്നാണ്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാൻ. ഇത് സ്വാർത്ഥതയല്ല, മറിച്ച് നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയാണ്. ഇതൊക്കെയാണ് 20കളിലേക്ക് കാൽച്ചുവട് വയ്ക്കുന്ന എല്ലാവരുടെയും അനുഭവങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പോരാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ.